വിഷ്ണു മോഹൻ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, ഞെട്ടിച്ച് കളഞ്ഞു. ഏകദേശം ഒരു 5 മിനിറ്റോളം നിന്ന് കറങ്ങിയിട്ടുണ്ടാവില്ലേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലയോ? കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്നെ ഞാനായിട്ട് തന്നെയാണോ കാണുന്നത്? 2-3 ആയിട്ട് കാണുന്നുണ്ടോ? ചേച്ചിയായിട്ട് തന്നെയാണ്. എന്റെ ദൈവമേ, എനിക്ക് അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ കുറെ കഴിഞ്ഞപ്പോ തലയൊക്കെ എനിക്കിങ്ങനെ വീഴോ എന്താ പറ്റുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ആ കളേഴ്സും നോക്കുകയും അതിന്റെ ഇടയ്ക്ക് ആ ഓരോ ഫിഗേഴ്സ് ഡിജിറ്റ്സ് എന്തൊക്കെയാന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇത് എത്ര വർഷത്തെ പ്രാക്ടീസ് ആണിത്? ഇപ്പൊ ഞാൻ ഫീൽഡിൽ ഇപ്പൊ 4 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ആലുവയില് ക്ലാസ് ഉണ്ട് ഞങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഈ സെയിം സാധനമാണോ പ്രാക്ടീസ് ചെയ്യുന്നത്, അതോ ഓരോരുത്തർക്കും ഓരോന്നുണ്ടോ? അല്ലല്ല, ഞങ്ങള് കൂടുതലും വെറൈറ്റീസ് ആണ് ചെയ്യണത്. ഓക്കെ, പിന്നെ സ്റ്റേജ് പെർഫോമൻസ്, ഡാൻസ് ഒക്കെ എല്ലായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 വർഷമായിട്ട് ഇങ്ങനെ കറങ്ങി 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 5 മിനിറ്റോളം നിർത്താണ്ട് കറങ്ങും. വേറെ ഉണ്ടോ? ആക്ച്വലി ഞാൻ 17 മിനിറ്റ് ഞാൻ നിർത്താണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോ ഷോന്റെ ബേസിലാണ് 5 മിനിറ്റിന്റെ സോങ് മിക്സ് ചെയ്ത് തന്നേക്കണത്. 17 മിനിറ്റ്, അതിന് റെക്കോർഡ് വല്ലതും ഉണ്ടോ? ഇല്ല, അതില് കൂടുതൽ തനൂർ ആർട്ടിസ്റ്റുകളൊക്കെ അതിലും കൂടുതൽ സമയം ചെയ്യുന്നുണ്ട്. ദൈവമേ, സോറി, ഞാൻ ആ എക്സൈറ്റ്മെന്റിൽ എല്ലാം ചോദിച്ചു പോയി ഗൈസ്, എല്ലാം ചോദിച്ചു പോയി. നമുക്ക് എന്താ ചോദിക്കാനുള്ളത്? ഒന്നുമില്ല. അല്ല അങ്ങനെയല്ല, എന്നാലും പെർഫോമൻസിനെ പറ്റിയൊക്കെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ, കറങ്ങി കഴിഞ്ഞ് നിർത്തിയപ്പോ അവിടെ സ്വിച്ച് ഓഫ് ചെയ്ത പോലെ അവിടെ നിന്നല്ലോ, നമ്മൾ ഒന്ന് ആടുകയോ ഉണ്ടായില്ല. അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ ഇത് കട്ട് ചെയ്തപ്പോ ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞു, നമ്മളൊക്കെ ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ആരാ പറഞ്ഞത് തിരിഞ്ഞു നോക്കിയിട്ട് തിരിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ 2 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് പോകും. തിരിച്ച് ഓപ്പോസിറ്റ് കറങ്ങണം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ അത്ര ഇപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോ നിർത്തി കഴിഞ്ഞപ്പോ 2 തവണയെങ്കിലും ഒന്ന് ഇപ്പുറത്തോട്ട് കറങ്ങിയിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയത്. മോനെ, ഇത് ഇങ്ങനെ കുറെ ഇത് എത്ര ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തപ്പോ ആദ്യമൊക്കെ തല ഇറങ്ങിയില്ലേ? ആദ്യമൊക്കെ തല കറങ്ങി, പിന്നെ ഒരു ബോക്സ് ഇട്ടിട്ട് അതിനകത്ത് നിന്നാണ് പ്രാക്ടീസ് ഒക്കെ. അതെങ്ങനെയത്? നമ്മൾ സാധാരണ സ്ക്വയർ ടൈപ്പിൽ ഒരു ബോക്സ് അടിച്ചെടുക്കും. ഫുൾ സ്റ്റേജ് കവർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. അത് ചെയ്തപ്പോ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. നമ്മള് സാധാരണ കുനിഞ്ഞിട്ടും ഒക്കെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടായി. അപ്പോ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കെല്ലാം ഓക്കെ ആയി ഏകദേശം. കൊള്ളാം, എന്തായാലും നിങ്ങളൊരു കലാകാരനാണ്. കാരണം അതിൻ്റെ ഒപ്പം തന്നെ ഈ ബാക്കി മൾട്ടി ടാസ്കിങ് ആണല്ലോ, കറക്കം തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റണില്ല. അതിന്റെ കൂട്ടത്തിൽ ഈ ഓരോരോ ഐറ്റങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത് അസലായിരുന്നു കേട്ടോ. ഞാൻ ഒരാളെ കൂടെ ഞാനൊന്ന് കണക്ട് ചെയ്യിപ്പിക്കാൻ നോക്കാണ്. കാരണം വിളി അവളെ എന്ന് പറഞ്ഞ് പക്രുചേട്ടനോട്, കാരണം തന്നൂർ ആരും ചോദിച്ചപ്പോ അതെ അത് ചെയ്യുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പെൺകുട്ടി? ഞെട്ടിപ്പോയി കേട്ടോ. വിഷ്ണു ശരിക്കും മലയാളിയാണെന്ന് തന്നെ ഞങ്ങൾക്ക്, കാരണം ഈജിപ്തിൽ നിന്നൊക്കെ വന്ന അല്ല അത്തരത്തിലുള്ളൊരു കലാകാരനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആള് തന്നെ ഇത്ര ഈസി ആയിട്ട് ഇത്ര മനോഹരമായിട്ട് ഇത് പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ മലയാളി എന്നുള്ള നിലയിൽ അഭിമാനം തോന്നി. മ്യൂസിക് കേട്ടപ്പോഴേ എന്റെ അടുത്ത് ഈ ചെറുത് അടുത്ത് നിന്നിട്ട് പറയണ് ബെല്ലി ഡാൻസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു ബെല്ലി ഡാൻസ് അപ്പൊ തന്നെ നാഷിക്ക ഷർട്ടൊക്കെ പൊക്കി. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഈ സാധനത്തിന് എന്തോ വെയിറ്റ് ഉണ്ടാവും മോനെ, കാരണം ഇത് 2 എണ്ണവും നല്ല വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് ഞാനിതുവരെ അതിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് എന്നാലും ഒരു 5 കിലോ കാണൂല രണ്ടുകൂടെ, അതിന് മുകളിലുണ്ടാവും. കാരണം എറിയാനൊക്കെ ഭയങ്കര പാടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് മോളിൽ നോക്കുമ്പോഴാ അല്ലേ? അതെ, എന്തായാലും നിങ്ങളുടെ ടീമിന്റെ ഒരു പ്രകടനമാണ് നമുക്ക് ഇനി കാണേണ്ടത്. കാരണം ഇത് ഒറ്റയ്ക്ക് ഇത്ര ആണെങ്കിൽ നിങ്ങളുടെ ടീം എന്തായിരിക്കും? വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്, കൂടുതലും വെറൈറ്റീസ് ആണ് ചെയ്യണത്. പിന്നെ ഡാൻസ് ഉണ്ട്, പിന്നെ ഈ ഫീൽഡിൽ പിടിച്ചേക്കണെങ്കിൽ വെറൈറ്റീസ് തന്നെ. നമ്പർ ഒന്ന് തരണേ. തീർച്ചയായിട്ടും ഞാൻ കണ്ടുകഴിഞ്ഞപ്പോഴേ പറഞ്ഞു മെഗാ ഷോയിൽ എന്തായാലും ഉൾപ്പെടുത്തുക. ഇത്രയും കറങ്ങി കറങ്ങി നമ്മളെ അത്ഭുതപ്പെടുത്തിയ താങ്കൾക്ക് ഞങ്ങൾ കറങ്ങി കറങ്ങി ഒരു സാധനം തരാൻ പോവാണ്. നമ്മൾ എത്രയാണ് റേറ്റിംഗ് കൊടുക്കുന്നത്? അത് 4 സ്റ്റാർസ് ആണ് നൽകിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ഇനി ടീമായിട്ട് വരണം. തീർച്ചയായിട്ടും 4 സ്റ്റാർസ് നൽകുന്നതിനായി നാദിക വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് വിഷ്ണു മോഹൻ. ഞങ്ങളുടെ സൈഡിൽ നിന്നും കോമഡി മാസ്റ്റേഴ്സ് ഈ വേദിയിൽ നിന്നും 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബിളാണ് ലഭിക്കുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. കഴിഞ്ഞിട്ടില്ല, ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി ഷർട്ട്.